ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് സരിത ഡിസോസ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി ഇടവക അംഗമാണ്. ഞാൻ 2022 മാർച്ച് മാസം 7-ാം തീയതിനാണ് ആദ്യ ഉടമ്പടി എടുത്തത്. ഉടമ്പടി ഞാൻ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതായത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ ഉടമ്പടി ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം. നമ്മൾ 12 വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മ രണ്ടുപേരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥലം എൻ്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്നു. അതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ സ്ഥലത്തിന് ഒരു അടിയാധാരം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മൻ്റെ ഒരു ആധാർ കാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ മരിച്ച ശേഷം ഒരു ലീഗലായിറും ചെയ്യാനും നമ്മൾക്ക് പറ്റില്ലായിരുന്നു. മാത്രമല്ല നമ്മളെ സ്ഥലത്തിൻ്റെ 6 ഫീറ്റ് നമ്മളെ അയൽവാസിക്കാർ അവർ അച്ഛനെ അറിയാത്ത രജിസ്റ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രശ്നം അറിയുന്നതുകൊണ്ട് എല്ലാവരും ആരൊക്കെ സ്ഥലം വാങ്ങാൻ വരുന്ന അവരെല്ലാവരും പറയുന്ന നമ്മൾക്ക് ആ സ്ഥലം വേണ്ട, നമ്മളെ റോഡ് സൈഡ് സ്ഥലം ആയതുകൊണ്ട് നല്ല വിലക്ക് പോയേനെ. പക്ഷേ ആ ഒരു പ്രശ്നം കൊണ്ട് രണ്ട് പ്രശ്നം കൊണ്ട് ആരും സ്ഥലം വാങ്ങാൻ വന്നില്ല. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ മാതാവിനെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചു. ഞാൻ വിശുദ്ധ തൈലം ഉപ്പും സ്ഥലത്തിൽ വിതറി വിശ്വാസം പ്രമാണിച്ചൊല്ലി മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. കാരണം നമ്മൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അപമാനങ്ങൾ സഹിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വലിക്കാനും മാതാവ് തന്നെ ഇടപെടണം എന്ന് പറഞ്ഞ് വിശ്വാസം പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ സ്ഥലം വിറ്റ് പോയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അപ്പം എനിക്ക് അറിയാത്ത നമ്മളെ വീട്ടിൻ്റെ കുറിച്ച് നമ്മളെ ഫാമിലി കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ സ്ഥലം വിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവർക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിയുന്നത്, പക്ഷേ എനിക്കത് അയാൾ ആരെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞില്ലായിരുന്നു. അവർ പറഞ്ഞു, എന്തോ വിഷമിക്കണ്ട, എല്ലാം ആധാരമൊക്കെ ചെയ്തിട്ട് ഞാൻ ആ സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രതീക്ഷിക്കാതെ കൂടുതൽ വിലക്ക് ആ സ്ഥലം വിറ്റുപോയി. ഇത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. ഞാൻ ഒരിക്കലും പറയാം, കാരണം കുറേ പേര് ഒരു 50 പേരും വന്നിട്ട് കണ്ട് റോഡ് സൈഡ് സ്ഥലമായെങ്കിലും ആരും വാങ്ങാൻ റെഡി ആയിരുന്നില്ല. കാരണം ഒരു ലീഗലാർ ഇല്ലാതെ ഒരു സ്ഥലം വാങ്ങാൻ അത് പറ്റില്ല, അടിയാധാരം ഇല്ലാതെ എങ്ങനെ സ്ഥലം വാങ്ങുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോയി. മാത്രമല്ല വാങ്ങുന്നവരും തടസ്സമായിരുന്നവരും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് എന്ന് പറയാം. അപ്പോൾ മാതാവ് തന്നെ അയാളെ നമ്മളെ വീട്ടിൽ അയാൾ വന്ന് ആ സ്ഥലം നല്ല വിലത്തിന് വാങ്ങി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്തിലും ഒരു വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം അങ്ങനത്തെ ഒരു വഴി പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളെ അയൽവാസിക്കാർ അവർ നമ്മളെ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അവർക്കും അവരുടെ സ്ഥലവും നമ്മളെ സ്ഥലത്തിലേക്കും ഒരേ വഴിയായിരുന്നു. അപ്പോൾ ഒരു വാക്കായിരുന്നു, കാരണം ഇപ്പോൾ ഭാവിയിൽ സ്ഥലം വിൽക്കുമ്പോഴേക്ക് ഇത് വഴി വിട്ടിട്ട് സ്ഥലം വിൽക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തായെന്നും അറിയുന്നില്ല, അവർക്ക് ഒരു ജപ്തി നോട്ടീസൊക്കെ വന്ന് അവർ നമ്മളെ പറയാതെ നമ്മളെ സ്ഥലത്തുള്ള വഴി ഒരുമിച്ച് അവർ സെയിൽ ചെയ്തു. അതുകൊണ്ട് നമ്മൾക്ക് എൻ്റെ ഹസ്ബൻഡ് സ്ഥലത്തിലേക്ക് വഴി കിട്ടില്ലായിരുന്നു. ഞാൻ എന്താക്കി, ഉടമ്പടിയിൽ മാതാവിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി ഉപ്പ് വിതറി 3 തുള്ളി തൈലം ഇട്ട് വിശ്വാസം പ്രമാണിച്ചൊല്ലി മാതാവിനെ ഏൽപ്പിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ സ്ഥലം വിറ്റ് ഒരാഴ്ച കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം നല്ല വിലക്ക് വിറ്റു. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഇതും നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് എന്ന് പറയാം. മൂന്നാമത്തെ സാക്ഷിയാണ്, നമ്മൾ 12 വർഷമായി ഇത് വാടക വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു മോട്ടോ ഉണ്ടായിരുന്നു, കാരണം കർണാടകത്ത് ഒരു സ്വന്തം വീട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു വീട് കെട്ടാൻ മാതാവ് നമ്മളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഏകദേശം 70% വീടിൻ്റെ പണി തീർന്നു. അപ്പോൾ അടുത്ത മാസം നമ്മൾ കയറി താമസിക്കുകയാണ്. 1390 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയ വീടാണ് മാതാവ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ്. നാലാമത്തെ സാക്ഷിയാണ്, എൻ്റെ ഹസ്ബൻഡ് കുറേ കട ഉണ്ടായിരുന്നു. എപ്പോഴും അവർക്ക് ഒരു ബിസിനസ്സാണ്, ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ എപ്പോഴും രാവിലെ കട തുറക്കുമ്പോഴൊക്കെ എൻ്റെ
കുറേ പേര് ഫോൺ വിളിച്ചിട്ട് പറയും നമ്മൾക്ക് ഇന്ന് വൈകുന്നേരം ഉള്ളിൽ കട കൊടുക്കണോ, ഇല്ലെങ്കിൽ ഇത് നിങ്ങളെ കുറിച്ച് പരാതി പറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുറേ വിഷമത്തിലുണ്ടായിരുന്നു. ഞാൻ ആ കാര്യവും മാതാവിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി പുതുക്കിയ ശേഷം ഹസ്ബൻഡിൻ്റെ എല്ലാ കട തീർന്നു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ്. ഇത് മാത്രമല്ലാതെ ഉടമ്പടിയിൽ വെക്കാത്ത കുറേ ഭൗതിക കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കാരുണ്യ പ്രവർത്തനം പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥിരമായി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ അവിടെ വെൻലാക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ അവിടെ കുറേ പേര് ഇപ്പോൾ എല്ലാവരും പോയിട്ട് കാണൂല. ഞാൻ ആരൊക്കെ ഇത് അനാഥ പേഷ്യൻസ് ഉണ്ട് അവരെ പോയിട്ട് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരിഷ്ടപ്പെട്ടാൽ അവർക്ക് തൈലം പൂശി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണിച്ചെല്ലി എൻ്റെ സാക്ഷി അവർക്ക് പറഞ്ഞ് പത്രം കൊടുക്കും. അങ്ങനത്തെ കുറേ പേര് അവർ അവിടെ നിന്ന് സുഖപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അക്രൈസ്തവർ തന്നെ കുറേ പേര് സുഖപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. ഡോക്ടർ കൈവിട്ട ആൾക്കാർ ഒരു 90% ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഡോക്ടർ കൈവിട്ട ആൾക്കാരും അവർ തൈലം പൊരച്ച ശേഷം അവരും വിശ്വാസത്തിലോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല അവർ സൗഖ്യം നേടിപ്പോയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനം പിന്നെ പറഞ്ഞത് പാലിയേറ്റീവ് കെയറിൽ പോകാനുണ്ട്. ഞാൻ ഓമഞ്ചൂരിലെ പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് അവിടെ രോഗികളെ കുളിപ്പിക്കാനും അവരെ നഖവെട്ടി കൊടുക്കാനും പിന്നെ അവർക്ക് ഊണ് കൊടുക്കാനും അതും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അനാഥാലയക്ക് പോയിട്ട് എനിക്ക് കഴിയുന്നത്ര സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ എപ്പോഴും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃപാവിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും അതെല്ലാവർക്കും വാട്സാപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റസിൽ ഇടാറുണ്ട്. എൻ്റെ സ്റ്റേറ്റസിൽ ഇപ്പോൾ ഞാൻ ഉടമ്പടി അടുത്ത ശേഷം എൻ്റെ സ്റ്റേറ്റസിൽ വെറും മാതാവിൻ്റെ ഫോട്ടോ, എൻ്റെ ഈ 2 വർഷത്തുനിന്ന് മാതാവിൻ്റെ ഫോട്ടോ വിട്ടിട്ട് വേറെ ഏത് ഫോട്ടോ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഇട്ടില്ല ഇതുവരെ. എനിക്ക് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ തോന്നിയില്ല. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ഇത് കുമ്പസാരക്കാരുണ്ട്. ഇത് മാസത്തിൽ 2 പ്രാവശ്യം കുമ്പസാരം, പിന്നെ അരമണിക്കൂറിൻ്റെ ഏറെ ബൈബിൾ വായനയുണ്ട്. പിന്നെ ആരൊക്കെ എന്നോട് വന്ന് അവരുടെ ഒരു പ്രോബ്ലംസ് പറയുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് വരും കൃപാസന മാതാവ്. അപ്പോൾ ഞാൻ പറയും ഇനി കൃപാസനത്തിലേക്ക് പോകും, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു, എല്ലാം നിങ്ങളെ പ്രോബ്ലം ശരിയാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവർ ഉടമ്പടി എടുത്തു. മാത്രമല്ല ഇത് മുമ്പ് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ എടുത്ത് ചാടും. ഈ ഉടമ്പടി എടുത്ത പിന്നെ ഉടമ്പടി ജീവിതത്തിലായ പിന്നെ എനിക്ക് ആ ദേഷ്യം വന്നാലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരും, മാതാവി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാനിങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ മൈൻഡ് ഞാൻ മാറ്റിവെക്കും. മാത്രമല്ല ഇപ്പോൾ വീട്ടിൽ എന്തൊരു പ്രശ്നം വന്നാലും എൻ്റെ 2 പെൺകുട്ടികളെ എനിക്ക് എന്തൊരു പ്രശ്നം വന്നാലും, എൻ്റെ ചെറിയ പ്രശ്നം വലിയ പ്രശ്നം വന്നാലും പെട്ടെന്ന് ഞാൻ മാതാവിനെ ആ പ്രശ്നം ഏൽപ്പിച്ച് വിശ്വാസം പ്രമാണിച്ചെല്ല് ഉപ്പ് വിതറി തൈല വിതറി ഞാൻ പ്രാർത്ഥിക്കും. ഇതുകൊണ്ട് കുറേ മാറ്റങ്ങൾ എൻ്റെ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിലും എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, കുറേ ഞാൻ പറയാൻ പോകുന്നെങ്കിൽ കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഓരോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ ഉടമ്പടിയിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരാഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് വെച്ച നിയോഗമാണ്. അപ്പോൾ ഇത്രയെല്ലാം ചെയ്ത എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. തങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ്സ് പോലും പ്രോപ്പർ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ 12 വർഷമായിട്ട് തങ്ങൾ റെൻറ്റഡ് ഹൗസിൽ താമസിക്കുന്നു. പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കാരണം തങ്ങൾക്കുള്ള സ്ഥലം വിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഉടമ്പടി നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലം പിന്നീട് എത്ര പെട്ടെന്നാണ് അത് വിറ്റു പോകുന്നത്. അതുപോലെ തങ്ങളുടെ ഭവനം, തങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഭവനവും തങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അടുത്ത മാസം തങ്ങൾ ആ ഭവനത്തിലേക്ക് താമസ സൗകര്യം ഉള്ള ഒരു ഭവനം തങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി ഈ മകളിവിടെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ തനിക്കും തൻ്റെ കുടുംബത്തിനും, അതായത് ഹസ്ബൻഡിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ക്ലിയർ ആകുന്നത്, എല്ലാറ്റിലും ഉപരിയായിട്ട് ഇന്ന്
ആത്മീയ ജീവിതത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച കൃപകളും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ വഴി പോകുകയും പാലിയേറ്റീവ് കെയർ സെൻറ്റർ, അതുപോലെ ഓർഫണേജസ്, ഇവിടെയൊക്കെ പോയി അവർക്ക് വേണ്ടിയിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു കൃപ തനിക്ക് ലഭിച്ചു. എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.